കൊച്ചുകുട്ടിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ജയിൽ തടവുകാരൻ. ഇരുമ്പൈക്കുള്ളിലായിരുന്നു അവൻ അമ്മയോടൊപ്പം ജീവിച്ചിരുന്നത്. സഹതടവുകാരും അവനെ സ്നേഹിച്ചിരുന്നു. ഒരു ദിവസം എല്ലാവരും അവന്റെ ജന്മദിനം ആഘോഷിക്കുമായിരുന്നു. ഒരു വനിതാ ഗാർഡ് അവരുടെ ഫോട്ടോ എടുത്തു. ആ നേരം ഒരു ചീഫ് പോലീസുകാരി അങ്ങോട്ടേക്കെത്തി. തടവുകാർ പ്രശ്നമുണ്ടാക്കുകയാണെന്ന് അവൾ വിചാരിച്ചു. എന്നിട്ട് അവൾ തടവുകാരെയെല്ലാം പുറത്താക്കിയിട്ട് അവരെടുത്ത ഫോട്ടോ കീറിക്കളഞ്ഞു. യാതൊരു കാരണവുമില്ലാതെ കുട്ടിയെ ഒരു മാസത്തിനുള്ളിൽ ആർക്കെങ്കിലും ദത്ത് നൽകുമെന്ന് അവന്റെ അമ്മയോട് പറഞ്ഞു. അമ്മ പ്രതിസന്ധിയിലായി. ഒരു ദിവസം ജയിലിൽ കൊയർ നടക്കുമായിരുന്നു. അവൻ പാട്ടാസ്വദിച്ച് സന്തോഷത്തോടെ കൈകൊട്ടി ചിരിച്ചു. അവനെ വിട്ട് പിരിയുന്നതിന് മുന്നേ ജയിലിൽ വെച്ച് ഇനിയും ഒരു കൊയർഗാനം ഒരുക്കണമെന്ന് അമ്മ ജയിൽ വാർഡനോട് അഭ്യർത്ഥിച്ചു. ജയിൽ വാർഡൻ അവളുടെ ആവശ്യം അംഗീകരിച്ചു. കൊയർഗാനം ആലപിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒടുവിൽ തടവുകാർ ആലപിച്ച കൊയർഗാനം വിജയകരമായി പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞു. അമ്മ ആഗ്രഹിച്ചതുപോലെ അവൻ സന്തോഷിക്കുന്നത് അവൾ കണ്ടു. അപ്പോഴേക്കും ദുഃഖകരമായ വാർത്ത അവളെ തേടിയെത്തി. ഇന്ന് വൈകിട്ട് ഒരു കുടുംബം കുഞ്ഞിനെ ദത്തെടുക്കും. ആർക്കും അവനെ വിട്ടുപിരിയാൻ താല്പര്യമുണ്ടായിരുന്നില്ല. വാർഡന്റെ കയ്യിൽ അമ്മ ഒരു ഫോട്ടോ ആൽബം നൽകി. അവൻ വളർന്നതെല്ലാം ഫോട്ടോ എടുത്ത് ആൽബത്തിൽ അമ്മ സൂക്ഷിച്ചിരുന്നു. കണ്ണാടിക്ക് പുറകിൽ നിന്ന് അമ്മ അവനെ വിട പറഞ്ഞു. കുഞ്ഞ് വിചാരിച്ചു അമ്മ അവനോടൊപ്പം കളിക്കുവാണെന്ന്. ഒടുവിൽ ഗാർഡിന്റെ ഒപ്പം അമ്മ മടങ്ങിപ്പോയി. വാതിൽക്കലെത്തിയപ്പോൾ അമ്മ തിരിഞ്ഞോടാൻ തുടങ്ങി. വളർത്തമ്മയുടെ കൈകളിൽ കിടന്നവൻ കരയുന്നത് നിസ്സഹായതയോടെ അമ്മ നോക്കി നിന്നു. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അവൾ കരഞ്ഞു. അങ്ങനെ 4 വർഷങ്ങൾക്ക് ശേഷം കൊയർഗാനം ജയിലിന് പുറത്ത് സംഘടിപ്പിച്ചു. ഇത്തവണ അവളുടെ കുടുംബങ്ങളെ കാണാൻ ക്ഷണിച്ചു. എല്ലാവരും അതിയായ സന്തോഷത്തിലായി. പക്ഷെ കുഞ്ഞിന്റെ അമ്മ സങ്കടത്തിലായി. അവന്റെ പുതിയ ജീവിതത്തിൽ അവളൊരു ശല്യമാകുമോ എന്നായിരുന്നു ഭയം. അവളുടെ അവസ്ഥ ജയിൽ ഗാർഡിന് മനസ്സിലായി. ഗാർഡ് രഹസ്യമായി ദത്തെടുത്ത ആ കുടുംബത്തെ സമീപിച്ചു. അവനും കൊയർ പരിപാടി കാണാൻ വരുമെന്ന് പ്രതീക്ഷിച്ചു. കൊയർഗാനത്തിന് ശേഷം ലൈറ്റുകൾ അണഞ്ഞു. ഒരു കൂട്ടം കുരുന്നുകൾ മേകുതിരിയും പിടിച്ച് നടന്നു വരുന്നു. അമ്മ ഒരു കുട്ടിയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ ഒരു മറുകു കണ്ടു. അവളുടെ മകനും അതേ മറുകുണ്ടായിരുന്നു. അവൾ അവനെ നോക്കി, അവൻ അവളെയും നോക്കി പുഞ്ചിരിച്ചു. കുറെ നാളുകൾക്ക് ശേഷമാണ് അമ്മ അവനെ കാണുന്നത്. പക്ഷെ അവൻ അമ്മയെ തിരിച്ചറിഞ്ഞില്ല. അവനോടൊപ്പം ലഭിച്ച ചെറിയ നിമിഷം അവൾ ആസ്വദിച്ചു. മകന് നല്ലൊരു ജീവിതം ലഭിച്ചതിൽ അമ്മ വളരെ സന്തോഷവതിയായിരുന്നു.